നമുക്ക് ഡിസ്കോഡ് നോക്കാം. MRC ഷെയ്ക്കിനെ പേടിച്ച് DVA ഗ്യാങ് സത്യം ചെയ്യിപ്പിക്കുന്ന വാസു. இது என்னங்க புரியுதா? அப்ப சொல்லு. அத்தனை பித்தளை தவளாச்சி மரியம் வந்து விளக்கூதி. நான் சொல்ற மாதிரி சொல்ற. என் உயிரானனுக்கு. என் உயிரானனுக்கு. என் உடலானனுக்கு. என் உடலானனுக்கு. நான் காதலிக்க மாட்டேன். நான் காதலிக்க மாட்டேன். கல்யாணம் பண்ண மாட்டேன். நான் கல்யாணம் பண்ண மாட்டேன். சத்தியப்பிரதிஜ்ஞா. நான் தப்பு பண்ணினா என் சாவு அண்ணன் கையில ஏத்துக்கிறேன். நான் தப்பு பண்ண என் சாவு அண்ணன் கையில ஏத்துக்கிறேன். இது சத்தியம். ഇത് സത്യം. ഓപ്പൺ ചലഞ്ച്. ഇവിടുന്ന് ഒരുത്തൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് ബ്രദർ, ലെറ്റ്സ് ഡു ഇറ്റ്. ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഒരാള് ഇവിടുന്ന് പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാം ആരെ വേണമെങ്കിലും. ആൻഡ് പ്ലീസ് നോട്ട്, അതൊരു എക്സ് TVA മെമ്പർ അല്ല ഞാൻ പറയണത്, TVA മെമ്പർ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തൊന്ന് ഒരുത്തൻ പോവെങ്കിൽ കൊണ്ടുപോവാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഇതെന്താ? ഹലോ, Pelari nyebut ketika dipegang Kak Windy. ഇതെന്താ സാധനം? ഹലോ, ഇതെന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാ? കണ്ടാ ഗൈസ്, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതാ ഇങ്ങനെ അനങ്ങാതിരിക്കുമല്ലോ ഉള്ളവരുടെ. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അനങ്ങുന്നത്? നോക്കിയോ, ഇതാണത്. തിരുമ്പി വന്നടാ. എല്ലാണോ വ്യാഴ്ച അവന്മാർക്കൊക്കെ ഇപ്പൊ പോയിന്റ് അങ്ങ് കൊടുക്കുമെന്ന്. ഇവരെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ ലൈവ് ഒക്കെ കാണണമായിരുന്നു. ഇവന്റെ ഇന്നത്തെ ലൈവ് കാണണമായിരുന്നു. എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ലൈവ് കാണണമായിരുന്നു. ഇവ കൊറേ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയത്. Whatever life holds in store for me, I will never forget these words. With great power comes great responsibility. This is my gift, my curse. Who am I? I'm Spider-Man. എന്ത് കിടിലോ എന്റെ അമ്മോ. ഫോട്ടോയാ തന്നെ ഫോട്ടോ പോലെ ഇരിക്കുന്നു. കണ്ണതൊക്കെ നോക്ക് എന്റെ അമ്മേ. ബ്രോ അടിപൊളി, കിടിലം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കിടിലം. ആരും ചെയ്യണേ. അഭിനന്ദനിച്ച് ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം അലിയൻ സ്റ്റേഡിയത്തിലെ യുവന്റസ് ആരാധകർ മറ്റാർക്കു വേണ്ടിയും കൈയടിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അന്നാ ദിവസം ഒഴികെ അമർഷത്തോടെയും പുച്ഛത്തോടെയും വരവേറ്റവന് വേണ്ടി തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിച്ച ദിവസം 2018 ഏപ്രിൽ 3 ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ യുവന്റസിനെ നേരിടാൻ റയൽ മാഡ്രിഡ് അലയൻസ് തട്ടകത്തിലെത്തിയ ദിവസം. കളി തുടങ്ങിയത് മുതൽ യുവന്റസ് ആരാധകർ നിർത്താൻ. ഈ കളിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗൈസ്? എന്തൊരു രോമാഞ്ചമായിരുന്നു അന്ന്. ഞാൻ ഇങ്ങനെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വീട്ടിലിരുന്നത് ഇങ്ങനെ കാണുന്നത്. എന്ത് രസമായിരുന്നു എന്റെ അമ്മോ. രോമാഞ്ചം ആലോചിക്കാൻ പോലും വയ്യ എനിക്ക്. ഒരാൾക്ക് നേരെ മാത്രം പരിഹസിക്കുകയും മോശമായ വാക്കുകൾ കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. അയാളുടെ പാദങ്ങളിൽ പന്തെത്തുന്ന സമയം തെറിവിളിയും ഉച്ചത്തിലുള്ള മുറവിളിയുമായി ടൂറിനിലെ ആരാധകർ അയാളെ നിർത്താതെ പിന്തുടരുന്നു.
എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ അയാൾ കളിയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. 64-ാം മിനിറ്റിൽ ഡാനി കാർവഹലിൽ നിന്നും തൊടുത്തുവിട്ട ഒരു ഷോട്ട്. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറും ഗോൾ കീപ്പറും നോക്കി നിൽക്കെ ആ 7-ാം നമ്പറുകാരൻ പുൽമേടുകളിൽ ഒരു മായാജാലം കാണിക്കുന്നു. വായുവിൽ നിന്നും ഒരു നൃത്ത സമാനമായ മായാജാലം കൺകുളിർക്കെ കണ്ട് ഫുട്ബോൾ കാണാത്ത എനിക്ക് പോലും അത് പെട്ടെന്ന് കണ്ടോളൂ രോമാഞ്ചം വന്നു. സത്യം പറഞ്ഞ തീ നോക്കണ ഫസ്റ്റ് തീ ഗോൾ അളിയാ, തീ ഗോള്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ശക്തിയെത്തുന്ന സമയം അതിലൊന്നും ശ്രദ്ധിക്കാതെ അയാൾ കളിയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. 64-ാം മിനിറ്റിൽ ഡാനി കാർവഹലിൽ നിന്നും തൊടുത്തുവിട്ട ഒരു ഷോട്ട്. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറും ഗോൾ കീപ്പറും നോക്കി നിൽക്കെ ആ 7-ാം നമ്പറുകാരൻ പുൽമേടുകളിൽ ഒരു മായാജാലം കാണിക്കുന്നു. വായുവിൽ നിന്നും ഒരു നൃത്ത സമാനമായ എടാ ഈ ഗോളിന്റെ ആണോ മറ്റേ ഈ എല്ലായിടത്തും ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെ ചാടിയ ഹൈറ്റ് അത് ഹെഡ് അല്ലേ? അതെന്തോ ഹെഡ് ചെയ്തതിന്റെ അല്ലേ? അത് ഹെഡ് ചെയ്തില്ല, അത് ഹെഡ് ചെയ്ത് ചാടി വന്ന് അത് ഹെഡ് ചെയ്തതാണ്. ആണല്ലേ? അത് ഹെഡ് ചെയ്തതിന്റെ വേറെ. മായാജാലം കൺകുളിർക്കെ കണ്ടു നിൽക്കുകയല്ലാതെ യുവന്റസ് ഡിഫൻഡേഴ്സിന് മറ്റൊന്നിനും സാധിക്കുകയില്ല. കാലത്തിനെ പോലും യുവന്റസിൽ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള ഒരു ഗോൾ. ഇന്നും ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ തലപ്പത്തുള്ള ഗോൾ. അത്ര നേരം പരിഹസിച്ചവരും വിമർശിച്ചവരും തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അയാളെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അയാളെ ധൈര്യമായി പേരെടുത്ത് വിളിക്കാം. ബെർണബ്യൂയുടെ പുത്രൻ, ദ റിയൽ അൺസ്റ്റോപ്പബിൾ മാൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി, ക്രിസ്ത്യാനോ റൊണാൾഡോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഫുട്ബോൾ കാണാത്ത എനിക്ക് രോമാഞ്ചം വന്നു. അപ്പൊ ഇത് കാണുന്ന നിങ്ങളൊക്കെ എന്റെ അമ്മോ കിട്ടുന്ന വീഡിയോ അല്ലേ ഇത്? നമ്മളൊന്നിച്ച് കട്ട കാശ്. ലാസ്റ്റ് ഡയലോഗ് വാസ് അൺഎക്സ്പെക്ടഡ്. കാര്യം നിന്റെ ബുദ്ധിയൊക്കെ ആണെങ്കിൽ എന്റെ ജീവൻ പണയം വെച്ചാൽ ഞാൻ അതിനൊക്കെ കൂട്ടുന്നത്. അപ്പൊ അതിലൊരു പങ്ക് എനിക്കും കിട്ടണ്ടേ? അതിങ്ങ് തന്ന നമ്മൾ തമ്മിലുള്ള ഇടപാടങ്ങ് തീരും. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാ, തിരക്കുണ്ട്. നീ വെറുതെ മെനക്കേടുണ്ടാക്കാതെ പോവാൻ നോക്ക്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കാച്ചെടുക്കണ അത്ര ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിച്ചവരോട് പറയാൻ പറ്റിയ റിപ്ലൈ ആണോ അത്? നമ്മളൊന്നിച്ച് കട്ട കാശ്. പോവാൻ നോക്ക്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കാച്ചെടുക്കണ പുല്ല. I am going to be alone forever. Am I going to be alone forever? Am I ever going to find the right person? And even so, am I the right person for the person I deem the right person? In the back of my mind, I already know to take it one day at a time and to not stress about the future and the uncertainty. But I always ask the question, am I going to be alone? Because I never have any evidence to prove that I can hold a long-term relationship. I don't know if I'm good enough. I don't know if I'm attractive enough to be in a relationship and to be loved to its fullest extent. I don't know if I'm enough. I don't know if I make someone feel loved. I don't really know if any of the love I've experienced has ever been real. Absolutely correct. I'm a very simple person, but I'm not sure if that's something that I will find nowadays. And this isn't to be performative. I just have been alone for so much of my life. I've always craved that romantic and intimate relationship, but yet I've never really found it. And I know a lot of people will say I'm in a rush, or there's no need to be in a rush, you'll have it one day, but one is one day. അളിയാ ഈകളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിടാ ലൈവ് കാണുന്ന എല്ലാവർക്കും. അതിന് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു വരുന്നത്. ബ്രോ ആരോ ഗിഫ്റ്റ് അയച്ചല്ലോ, ആരായിരുന്നു ബ്രോ? PR ആകാശ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ജോക്കിയെ ഹോസ്റ്റേജ് എടുക്കും. ജോക്കിയെ കുറെ ഹോസ്റ്റേജ് എടുക്കും. ജോക്കിയെ ഇന്നലെ കണ്ടില്ലായിരുന്നു അപ്പാപ്പനെ ചെയ്തപ്പം ഉണ്ടായിരുന്ന എടുക്കുന്ന മാത്രം അവന്മാർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറയാം. ഞാൻ ഇപ്പൊ പറഞ്ഞ് സോൾവ് ചെയ്തത് പറഞ്ഞില്ല. ഇത് ആരുടെ കൊണ്ടിട്ടത് ഇപ്പൊ?
ഇങ്ങനെ ഇട്. ഇത് ഏത് ഗെയിമാണോ ഇത്? കാർ പിന്നെ കൊറിയനോ ചൈനീസ് ആണ്. കറക്റ്റ് ഞാൻ ഓടിക്കണം അതേപോലെ തന്നെയല്ലേ നമുക്ക് ഭയങ്കര സിമിലാരിറ്റി ഈകള് ഓട്ടിക്കുന്ന എഡിറ്റ് ചെയ്ത് ക്യാമറ ഇത് മാത്രം എന്റെ ഗെയിം പ്ലേ കട്ട് വെച്ചാണോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. വണ്ടി ഓപ്പോസിറ്റ് ചെയ്യുന്ന വണ്ടിയുടെ സ്പീഡ് കണ്ടോ? ഇത് സ്പീഡ് കൂട്ടിയതാണോ? അല്ലെ ഈ സബ്സ്ക്രിപ്ഷൻ സ്റ്റിയറിംഗ് വെച്ച് തിരിക്കാൻ ഭയങ്കര കഷ്ടമല്ലേ അളിയാ? ആ ഭയങ്കര പാടാടാ. വിചാരിച്ചു ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് നടു അനക്കാൻ പോലും വയ്യ എനിക്ക്. ഇതൊക്കെ എങ്ങനെ ചെയ്യണടേ? ആ ഇന്നേ ഇപ്പൊ ഞാൻ ഇപ്പൊ ലൈവ് എൻഡ് ചെയ്തിട്ട് ഞാൻ എണ്ണത്തോണി കിടക്കാൻ പോണേ. ഞാൻ 10 കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ടാ വന്നത്. പിന്നെ ബാത്തപ്പിൽ നിറച്ചിട്ട് കിടക്കാൻ പോവാ. വേണ്ടിട്ടായിരിക്കും ഇവരൊക്കെ എത്ര നാള് വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കുവരും. കണ്ട അവരുടെയൊക്കെ ബൈസെപ്സ് ഇതൊക്കെ കണ്ട, കൈയൊക്കെ കണ്ട നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഇതാക്കി കുറെ നാളത്തെ പ്രാക്ടീസിലല്ലാതെ ഒരു വീഡിയോ ഒക്കെ വേണ്ടി ചെയ്യണമല്ലല്ലോ ഇതൊക്കെ. എന്റെ അമ്മ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നതിന് ഒരു പേര് പറയുമല്ലോ. എന്താണ് അതിന്റെ? ഞാൻ മറന്നുപോയില്ലോ. ഇത് ജിംനാസ്റ്റിക്. ആ ജിംനാസ്റ്റിക് എന്നാണ് പറയണേ. ആണോ? അല്ല ഇതിനെന്തോ ഒരു പേരില്ലേ കേസ്? എന്തോ ഒരു ഒന്നും അല്ല കേസ് ഇത്. ആ എന്തോ കാലിസ്തനിക്. ആ സാധനം കാലിസ്തനിക്സ്. ആ സാധനം അതാണത്. ആ സാധനമാണ് അത്. വെറുതെ വർക്കൗട്ട് മാത്രമല്ല അത്. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അണ്ണാ സ്നൈപ്പ് അടുത്ത ടർഫ് ഇറക്കല്. അവൻ ഇപ്പൊ ഗ്രൈൻഡിങ് കുറവാണ്. ഇപ്പം അവന്റെ കളി എന്തോ ശോകം പോലെ. ചെയ്യാം എന്നാ അങ്ങോട്ട് കൊല്ലും. അതിന് ഞാനെപ്പോ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമല്ലോ. വിയറൊക്കെ തുടങ്ങി കേട്ടാ പയ്യൻ. ഡേ 10 ഓഫ് ട്രൈങ് ടു കണക്ട് വാസോൺ ടു ഡിസ്കസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒരു RP ക്യാരക്ടർ. അണ്ണാ മെസ്സേജ് അയച്ചു ഇൻസ്റ്റയില്. നിവേദ ഞാൻ ഇവനായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്തിട്ട് ഒരു മിനിറ്റ്. അണ്ണാ ഇത് മിസ്സാക്കരുത്. എടാ നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നേ? ഇങ്ങനെയല്ല, എനിക്ക് വേറൊരു സാധനമാണ്. ഞാൻ ഇങ്ങനെ കുഴിയിലോട്ട് തിരിഞ്ഞു നോക്ക്. ഇല്ല എനിക്ക് ഇങ്ങനെയല്ല, എനിക്ക് ഈ കുഴിയിലോട്ട് വീഴുന്ന പോലെ തോന്നും ചില സമയത്ത്. മനസ്സിലായ? അതിന് എടാ നമ്മളിങ്ങനെ വലിയ താഴ്ചയിലോട്ട് വീഴുന്ന പോലെ തോന്നിട്ട് പെട്ടെന്ന് ഞെട്ടിയിരിക്കൂലേ? അത് വരാറുണ്ട് എനിക്ക്. അതെനിക്ക് വരാറുണ്ട്. ഇല്ല ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ എങ്ങോട്ടേലും വീഴാൻ പോവാന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എണീക്കാറുണ്ട്. അങ്ങനെ എണീറ്റിട്ടുണ്ട് ഞാൻ. അതിപ്പില്ല, ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ തോന്നാറുള്ളത്. പക്ഷെ നോർമലി അങ്ങനെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ. ഈ വീഡിയോ ഇത് കണ്ടാണോ നിങ്ങള്? എന്റെ അമ്മ ഞാൻ ഇത് കണ്ടപ്പോ ഇവര് പേ എന്തോ ഇത് നോക്കണേ. ഇതാണ് 6-7 സ്പീഡ്. ഇതെങ്ങനെ പറഞ്ഞ ഇവര് കൈയിട്ട് അനക്കുന്നതിനനുസരിച്ചാണ് ഈ പോയിന്റ് കൂടുന്നത്. മനസ്സിലായ? ഈ കൈയുടെ ഇതിന്റെ മൂവ്മെന്റ് ആണ്, എത്ര വട്ടം മൂവ് ആയെന്നുള്ള സ്പീഡിന്റെ പോയിന്റ് ആണ് ഈ കാണുന്നത്. എത്ര സ്പീഡിൽ അനക്കുന്നത് അതിനനുസരിച്ച് ഈ പോയിന്റ് കിട്ടും കേട്ടോ. അത് നോക്കണേ.
ഒന്നും ചെയ്യണ്ട അണ്ണാ. ഈ അണ്ണാ സ്കോർ പറ്റുമോ അണ്ണാ?